അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ 18-ലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ സ്വഭാവത്തിന് വലിയ പ്രാധാന്യമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കൽപ്പിക്കുന്നത്. അതിലേറ്റവും മഹത്തരമായ സ്വഭാവമാണല്ലോ സൽ സ്വഭാവം എന്നുള്ളത്. കാരണം അല്ലാഹു തആല തന്നെ പറഞ്ഞു, നബിയെ താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്, സ്വഭാവത്തിലാകുന്നു എന്ന് പറഞ്ഞിട്ട് പോലും നബി തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി എന്നുള്ളത്. മാത്രമല്ല മുത്തനബിയുടെ ഉപദേശമാണ് ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസന, നിങ്ങൾ ജനങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറണം എന്നുള്ള മുത്തനബിയുടെ ഉപദേശം നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചിന്തകളാണ് പ്രവർത്തനങ്ങളിലേക്കും, പ്രവർത്തനങ്ങൾ പതിവ് ശീലങ്ങളിലേക്കും, പതിവ് ശീലങ്ങളാണ് നല്ല സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നത്. അത് നല്ല സ്വഭാവമാണെങ്കിലും മോശപ്പെട്ട സ്വഭാവമാണെങ്കിലും ഈ രൂപത്തിലാണ് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ രൂപീകൃതമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും അതുപോലെ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവരും നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അബൂദർദാ തങ്ങൾ പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ സൽസ്വഭാവത്തേക്കാൾ മീസാൻ ഭാരമുള്ള മറ്റൊരു കർമ്മവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ സൽസ്വഭാവത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത്. ഒരാളുടെ ശക്തി നിലകൊള്ളുന്നത് അത് അയാളുടെ സ്വഭാവത്തിലാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ ഉത്തമ സ്വഭാവമുള്ളവരാണ് സമ്പൂർണ്ണ സത്യവിശ്വാസികൾ എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.